ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. മസ്ജിദ് നമ്മുടെ നാടിന്റെ കേന്ദ്രമാണ്, നമ്മുടെ മനസ്സിന്റെ കേന്ദ്രമാണ്. ആരുടെയും തണൽ കിട്ടാത്ത അന്ത്യനാളിൽ 7 വിഭാഗത്തിന് അല്ലാഹു തണൽ നൽകുമെന്ന് പറഞ്ഞതിൽ ബുഖാരിയിലെ 660-ാമത്തെ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പലതവണ. ഖൽബുഹു മുഅല്ലഖു, ഹൃദയം കെട്ടിയിട്ടിരിക്കുന്നു. എവിടെ? മസ്ജിദുകളുമായി. അല്ലാഹു അനുഗ്രഹിക്കും. അതാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ മസ്ജിദുകളുടെയും അവസ്ഥ. പലതരം മസ്ജിദുകൾ, ജുമാ ഉള്ളതും ഇല്ലാത്തതും, സറാബിയും തൊയ്ക്കാവും മുസല്ലയും തൽക്കാലം കെട്ടിയുണ്ടാക്കിയിട്ടുള്ള നിസ്കാര സൗകര്യങ്ങളും, സൂപ്പർ മാർക്കറ്റുകളിലുള്ള മുസല്ലകളും, ദുഹ്റും അസ്റും മഗ്‌രിബും ഇശായും മാത്രമുള്ള സ്ഥലങ്ങൾ, യാത്രക്കിടയിൽ ഒരുപക്ഷെ ഉണ്ടായിത്തീരുന്ന മസ്ജിദുകൾ, ഹജ്ജിന്റെ സമയത്ത് മാത്രം തുറക്കുന്ന ആ പരിസരങ്ങളിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്ജിദുകൾ, അങ്ങനെ ഒരുപാട് മസ്ജിദുകൾ. 3 ഏറ്റവും ബഹുമാനപ്പെട്ടതാണെന്നും മസ്ജിദുൽ ഹറാമിൽ ഇവിടുത്തെ 1,00,000 നിസ്കാരത്തിന്റെയും, മസ്ജിദുൽ നബവിയിൽ 500-ന്റെയും, മസ്ജിദുൽ അഖ്സയുടെയും, മസ്ജിദുൽ നബവിയിൽ 1000-ന്റെയും ഒക്കെ ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ പുണ്യവും കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മസ്ജിദ് ഉണ്ടായിത്തീരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. 4 ആൾ കൂടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, 3 ആളുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ ഇസ്തഹ്ബദ അലൈഹിമു ശൈത്താൻ, അവിടെ ചെകുത്താൻ അവരെ അടക്കി വെക്കും. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണം. മസ്ജിദിൽ എത്തണം, അല്ലെങ്കിൽ മസ്ജിദിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തണം. മസ്ജിദിലേക്ക് നമ്മൾ പോകണം, മസ്ജിദ് നമ്മളുടെ അടുക്കലേക്ക് വരണം. അതാണ് അതിന്റെ ശക്തി, നമ്മുടെ എല്ലാവരുടെയും ആകർഷണം, സമൂഹത്തിന്റെ സൗന്ദര്യമാണ്. എല്ലാവരും 5 നേരം മസ്ജിദിലെത്തുന്നു. മുന്നിൽ ആണുങ്ങൾ, പിന്നിൽ കുട്ടികൾ, പിന്നിൽ സ്ത്രീകൾ, അങ്ങനെ. അപ്പോൾ എന്താണ് മസ്ജിദിന്റെ ധർമ്മം? എന്താണ് മഹല്ലിന്റെ സംവിധാനം? എന്താണ് ജമാഅത്തിന്റെ ധർമ്മകർമ്മങ്ങൾ? ഒരു മാതൃകാ മസ്ജിദും ആളുകളും എങ്ങനെയാകും, എങ്ങനെയായിരിക്കണം, അത് നമ്മളിലൂടെ ആൾക്കാർക്ക് കാണണം. ആരാധനാലയങ്ങൾ ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളായ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ആരാധനാലയത്തിൽ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ചൂഷണത്തിന്റെ, തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ എല്ലാം അടിച്ച് തുടച്ച് മാറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിക ഭരണം കിട്ടിയപ്പോൾ കഅബാലയത്തിലേക്ക് കടന്നിരുന്ന് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം ബിംബങ്ങളെല്ലാം ഒഴിവാക്കി. ആ രാജ്യത്തെ എല്ലാ ജാറങ്ങളും ദർഗകളും ഒഴിവാക്കി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിമക്ക് തലക്ക് തന്റെ കയ്യിലുള്ള ദണ്ട് കൊണ്ടടിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ജാഅൽ ഹഖ് വദഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഖൂക. സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം മാറ്റുക തന്നെ ചെയ്യും. അല്ലാഹുവേ അനുഗ്രഹിക്കണം. അപ്പോൾ ചൂഷണമില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത ഒരു കേന്ദ്രം. എന്താണ് മസ്ജിദിലുള്ളത്? ഒന്നുമില്ല. മറ്റു ആരാധനാലയങ്ങളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, എന്നാൽ ഇവിടെ ഒന്നുമില്ല. അല്ലാഹുവേ കാക്കണേ. കഴിഞ്ഞു. അപ്പോൾ നടോടികൾ ഒരുപ്പച്ച കണ്ടാൽ അവിടെ നിൽക്കും, അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ ഒരു മസ്ജിദ് ഉണ്ടാവും. സഹാബിമാർ പലരും അവരുടെ വീട്ടുമുറ്റത്ത് മസ്ജിദ് ഉണ്ടാക്കി. വീട്ടിന്റെ ഉള്ളിൽ മുസല്ല, വീട്ടിന്റെ പുറത്ത് മസ്ജിദ്. മസ്ജിദാകുന്നത് വീട്ടിന്റെ പുറത്താണ്. 2 ചുമരുണ്ടാവും, അതിനിടക്ക് നടത്തും. അപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ശിർക്ക് ചെയ്യാത്തവരെ നിലനിർത്തുകയും ശിർക്ക് ചെയ്ത സമൂഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്ത നൂഹ് അലൈഹിസ്സലാം മുതലുള്ള ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്.
അവരൊക്കെ പലായനം ചെയ്തതാണ്. നൂഹ് നബി മുതൽ അബിസീനിയ പലായനം ചെയ്ത നബിയുടെ സഹാബിമാർ, അവർക്കെല്ലാം പോയാൽ നിസ്കരിക്കാൻ സ്ഥലം വേണം. അതാണ് മസ്ജിദ്. നാട്ടിലെ മസ്ജിദും ഇങ്ങനെയുള്ളവരുടെ അഭയാത്മികത മസ്ജിദ് ഒക്കെ ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ, ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിന്റെ ഭക്തിയാണ്. നാവിൻ്റെത് മാത്രമല്ല, കണ്ണിൻ്റെത് മാത്രമല്ല, കൈകൊണ്ട് വൃത്തിയാക്കുന്നതും ബഹുമാനിക്കുന്നതും മാത്രമല്ല, ഹൃദയത്തിന്റെ ഭക്തിയാണ്. മനസ്സിൽ മസ്ജിദിന്റെ സംവിധാനങ്ങളോടുള്ള ഒരു നല്ല സമീപനം, നിസ്കരിക്കാൻ മസ്ജിദിലെത്തണമെന്ന ആഗ്രഹം, ഇമാറത്തുൽ മസ്ജിദ് പരിപാലനം. അപ്പോ ദിവസവും 5 പ്രാവശ്യവും, ആഴ്ചയിൽ 35 പ്രാവശ്യവും, മാസത്തിൽ 150 പ്രാവശ്യവും, കൊല്ലത്തിൽ 1815 പ്രാവശ്യവും വന്നു പോകുന്ന ഇടമാണ് മസ്ജിദ്. അത്രയും നമുക്ക് ആത്മബന്ധമുണ്ട് മസ്ജിദിന്. അപ്പോ മാഷാ അല്ലാഹ്, ഈ മസ്ജിദിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കഅബാലയത്തിന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാ തുശ്രിക് ബി ശൈആ. ഹജ്ജിലെ 26-ാമത്തെ ആയത്ത്. ശിർക്ക് ചെയ്യരുത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന, നേർച്ച വഴിപാടുകളൊന്നുമില്ലാത്ത ഒരു ശുദ്ധമായ എന്റെ വീട് നീ ശുദ്ധിയാക്കണം. 2 തരം ശുദ്ധീകരണമാണ്. ഒന്ന് അടിച്ച് തുടച്ച് വെടിപ്പാക്കി സുഗന്ധം പൂശണം. 2 ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ശുദ്ധിയാക്കണം. അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. 2 കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയണം. ആരാ? പുതുതായി ഒരാളെ കാണുമ്പോൾ ഒന്ന് പരിചയപ്പെടണം. ചില ആളുകളൊക്കെ പുതുതായി ഒരാളെ മസ്ജിദിൽ കണ്ടാൽ പരിചയപ്പെടാതെ പോകുമ്പോൾ ആശ്വാസം, അയാളെ ചോറിന് വീട്ടിലേക്ക് വിളിക്കണ്ടല്ലോ. നമ്മളതൊന്നുമല്ലല്ലോ. അപ്പൊ പരിചയപ്പെടണം. നാട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന ആളെയും നമ്മൾ പരിചയപ്പെടണം. കടയിൽ ഒരാൾ വരുമ്പോ നമ്മൾ ചോദിച്ചിട്ട് വരും. കുറച്ച് അത്യാവശ്യം പൈസക്ക് വസ്തുക്കൾ വാങ്ങിയാലും ചോദിക്കും. പ്രത്യേകതകൾ എന്തെങ്കിലും കണ്ടാൽ ചോദിക്കും, ആരാ, എവിടെയാ എന്ന്. ആ ഒരു സാധാരണ ബോധമുണ്ടല്ലോ, അത് മസ്ജിദുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും നമുക്കുണ്ടാകണം. 3 ഇമാമിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും മനസ്സിലാകുമാണ് ശക്തമാകണം ബന്ധം. 4 ഇമാമിനെ എല്ലാവർക്കും അറിയണം, എവിടെ കണ്ടാലും മനസ്സിലാകണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിവുള്ളവരെ ബഹുമാനിക്കണം. അറിവുള്ളവരുള്ള ബഹുമാനം മടക്കിക്കുത്തിയ തുണി കാഴ്ചകളല്ല, മടക്കിക്കുത്താതിരിക്കലാണ് നല്ലത്. പിന്നെയോ വാക്കുകൾ അനുസരിക്കുക, അതാണ് ബഹുമാനത്തിന്റെ ലക്ഷണം. വിരുന്നുകാരെ ബഹുമാനിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കരിച്ചു. ചോദിച്ചു, ഫുലാനുൻ ഷാഹിദ്, ഇന്നാളുണ്ടോ? ഇല്ല നബിയെ. ഇന്നാളുണ്ടോ? ഇല്ല നബിയെ. ഇന്നാളുണ്ടോ? ഇല്ല നബിയെ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ. അപ്പോ ആളുണ്ടോ, ആളെ പരിചയം, ആളെ പേരറിയാം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ദാരിമിയിലെ 1308-ാമത്തെ ഹദീസ്. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവമായ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയാം, ബാങ്ക് കൊടുത്ത് ഒരാളുടെ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. ഒരാളെ ഇമാമാക്കി നിശ്ചയിച്ചിട്ട് കുറച്ച് വിറകുമായിട്ട് മസ്ജിദിൽ വരാത്തവരുടെ വീടുകളിൽ ചെന്നിട്ട്
കത്തിച്ചു കളയാൻ ഞാൻ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ഞാൻ വിചാരിച്ചു. ഇതേതാ? സുബഹി, ളുഹർ, സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. അപ്പൊ ആരും വരാത്തത് അത് ഇമാമൻ അറിയാം. ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോകാൻ വിചാരിച്ചത്. പിന്നെന്താ കത്തിക്കാതിരുന്നത്? അവിടെ ജുമാ നിർബന്ധമില്ലാത്ത കക്ഷികളുണ്ടല്ലോ, കുട്ടികൾ, ഉമ്മമാര്, യാത്രക്കാര്, രോഗികളൊക്കെ ഉണ്ടാവും. അല്ലാഹു അക്ബർ. അപ്പൊ മനസ്സിലായത് 5 നേരം നമുക്ക് ഇവിടെ എത്തേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു പ്രാധാന്യം ബുഖാരി 644 ഹദീസ്. കൂടെ ആരൊക്കെയുണ്ട്? കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോൾ ഈ മഹലിലെ ആളുകളെല്ലാം ആ കല്യാണത്തിന് കൂടാറുണ്ട്. ഉമ്മയും മക്കളും ഭാര്യയും മകളും ഒക്കെ. ചിലപ്പോൾ ചില സ്ത്രീകൾ പറയും പുതിയ വസ്ത്രം വാങ്ങണം, അടുത്ത കല്യാണത്തിനോ പുതിയത് വാങ്ങണം, അടുത്ത കല്യാണത്തിനോ പഴയത് പറ്റില്ല എന്നിങ്ങനെ. അങ്ങനെ വേണ്ടതില്ല. പെരുന്നാളിന് പോലും പുതിയത് വേണമെന്ന് നിയമമില്ല. ഉള്ളതിൽ നല്ലത് എന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള. ഭാരമാകണ്ട, റസൂല് ഭാരമാക്കി എന്ന് പറയും വേണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, കീശയിലെ ബഡ്ജറ്റ് അനുസരിച്ച് പെരുമാറാൻ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ തയ്യാറാകണം. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പോ ലേഡീസ് ഉണ്ട് എന്ന് തുടങ്ങി. അന്ന് ഹറം, കഅബാലയം, ആ സമയത്ത്, അതൊന്നും അവിടെ അല്ലാത്ത സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ 2ാമത്തെ ഭാര്യയും കൈക്കുഞ്ഞിനെയും കൊണ്ടുപോയി അവിടെ ആക്കുകയാണ്. എന്താ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അരുളിയത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. കൃഷിയില്ലാത്ത താഴ്വരയിൽ ഒരു ചീവീടിന്റെ ശബ്ദം പോലും അവിടെയില്ല, ആളില്ല, അനക്കമില്ല. അവിടെ ആക്കിപ്പോവുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അവരും പലരും ചോദിക്കുന്നുണ്ട്, പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടിയില്ല. മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഒറ്റക്ക് ഒരു പെണ്ണ്, കൈക്കുഞ്ഞും. അതതിനേക്കാളും ദുർബലമല്ലേ? വീശിയടിക്കുന്ന കൊടുങ്കാറ്റ്, പാഞ്ഞെടുക്കുന്ന പണം വിടർത്തുന്ന വിഷപ്പാമ്പുകൾ, കള്ളന്മാർ, കൊള്ളക്കാർ, ദുരുദ്ദേശക്കാർ ഒക്കെ സാധ്യതയുള്ളതാണ്. പക്ഷേ റബ്ബിന്റെ കൽപ്പന. ഒരു ചോദ്യം അവസാനം, അള്ളാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഞാൻ തിരിഞ്ഞു നോക്കാതെ, കണ്ടമിടറിക്കൊണ്ട് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കാതെ നമ്മുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അപ്പ പെണ്ണുമ്പിള്ള എന്താ പറഞ്ഞത്? ഓ, നിങ്ങൾക്ക് ഇവിടെ ഇട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എതിർക്കയാണോ, വെറുക്കയാണോ? സ്വന്തം ഭാര്യയിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടാൻ കൊതിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരെ നമുക്ക് കാണാം. സ്വന്തം ഭർത്താവിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടാൻ കൊതിക്കുന്ന ഭാര്യമാരെയും നമ്മൾ കണ്ടിട്ടില്ലേ? മാതാപിതാക്കളും മക്കളും ഒക്കെ അങ്ങനെ ഉണ്ട്, നല്ല വാക്ക് പറയുന്നു. ആ പെണ്ണുമ്പിള്ള പറഞ്ഞത് അല്ല, ഹാജർ റളിയല്ലാഹു അൻഹ അരുളിയത്. മക്കയുടെ മാതാവായ, നാഗരികതയുടെ മാതാവായ ആ സംസം, സഫ, മർവ, ഉംറ, ആ ജംറകൾ, അതിന്റെ എല്ലാം മാതാവായ ഹാജർ പറഞ്ഞത് ഇദൻ ലാ യുറയ്യുന, എങ്കിൽ അല്ലാഹു ഞങ്ങളെ പാഴാക്കയില്ല എന്നാണ് ആത്മവിശ്വാസം. എവിടുന്നാണ് ഇത് കിട്ടിയത്? ഈജിപ്തിലെ അടിമ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് മാത്രമാണ് അവർ. പക്ഷെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായപ്പോൾ, ഇബ്രാഹിം നബിയുടെ കൂടെ ഒന്ന് ജീവിച്ചപ്പോൾ തെങ്ങി വിളങ്ങി തിളങ്ങി നിൽക്കുന്ന ആർജവും ഈമാനും തഖ്വയും അതാണ്. അങ്ങനെയാണ് അവിടെ പിന്നെ ആൾക്കാരൊക്കെ വന്ന്. അപ്പൊ അവിടെ താമസിപ്പിച്ച് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ റബ്ബനാ ലിയുഖീമുസ്സലാം, റബ്ബേ അവർ നിസ്കാരം നിലനിർത്താൻ. എവിടെയാണ്? ഇൻദ ബൈതികൽ മുഹറം, മസ്ജിദിന്റെ അടുത്ത്. ആരാണ്? ഒരു പെണ്ണ്. കുട്ടിയെ നിസ്കരിക്കാനൊന്നും ആയിട്ടില്ല.
അപ്പൊ പെണ്ണാണ് അവിടെ നിസ്കരിക്കാൻ ഇനിയുള്ളത്, പിന്നെ അനന്തര തലമുറയിൽ. അപ്പോ വീടുണ്ടാക്കുമ്പോൾ, വാടക വീട് നോക്കുമ്പോൾ, മക്കളെ സ്കൂളിലും കോളേജിലും ചേർത്തുമ്പോൾ തൊട്ടടുത്ത് ളുഹ്ർ നിസ്കരിക്കാൻ, അസ്ർ നിസ്കരിക്കാൻ മസ്ജിദുണ്ടോ എന്നൊരു നോട്ടം, അവിടേക്ക് പോകാൻ അധികൃതർ സമ്മതിക്കുമോ എന്നൊരു നോട്ടം, മക്കളെയും ഫുൾക്കൈയിൽ ധരിക്കാൻ സമ്മതിക്കുമോ അവളും സ്ഥാപനവും എന്ന നോട്ടം. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. എവിടെ പോകുമ്പോഴും നിസ്കരിക്കാവുന്ന പാകത്തിലാണ് പോകേണ്ടത്. നിസ്കരിക്കുമ്പോഴുള്ള വേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾക്ക്, നിസ്കരിക്കുമ്പോഴുള്ള വേഷമാണ് അന്യ ആണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ പെണ്ണിൻ്റെത്. ഭർത്താവിന്റെ സഹോദരങ്ങൾ അന്യരാണ്, വിരുന്നുകാർ പലപ്പോഴും അന്യരാണ്, മീൻകാരനും പത്രക്കാരനും പാൽക്കാരനും അന്യരാണ്, എത്ര പരിചയമുണ്ടെങ്കിലും അന്യരാണ്. നിസ്കരിക്കുമ്പോഴുള്ള വേഷമാണ് അവരുടെ മുന്നിൽ മുഖവും മുൻകൈയും ഒഴിക ബാക്കിയല്ല. അല്ലാഹുവേ അനുഗ്രഹിക്കണം. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ആ സ്ത്രീയെ അവിടെ ആക്കുമ്പോൾ പറഞ്ഞത് റബ്ബനാ ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താൻ മസ്ജിദ്. ഇതാകണം നമ്മുടെ ജീവിതത്തിന്റെ ക്രമം, ഇതാണ്. അതിനുശേഷം അൽ ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം, അതിലാണ് മറിയം റളിയല്ലാഹു അൻഹ, അതിലാണ് ഈസാ അലൈഹിസ്സലാം, അതിന്റെ പരിസരത്താണ് സക്കരിയ അലൈഹിസ്സലാം, ആ മകനാണ് യഹ്യ അലൈഹിസ്സലാം. അൽ ഇമ്രാൻ ആ സൂറയിൽ 43-ാമത്തെ ആയത്തിൽ കാണാം, വർക്കഈ മഅർ റാകിഈൻ, മറിയമേ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക. മഹത്തായ സംസ്കാരമാണ്. ഇതാണ് നമ്മുടെ മഹല്ലിന്റെ, നമ്മുടെ ജമാഅത്ത് നിസ്കാരത്തിന്റെ സംവിധാനം. മസ്ജിദുൽ നബവി, ഇഷ്ടിക ഈ 2 നെടിയും ഓരോന്ന് സഹാബിമാരും ഒക്കെ ചുമന്ന് അങ്ങനെ മസ്ജിദ് ഉണ്ടാക്കുകയാണ്. ഓലയും ഈത്തപ്പനത്തണ്ടും മേൽക്കൂര ആക്കിയിട്ടില്ല, മഴ കാര്യമായില്ല, എങ്കിലും ആ ചൂടത്ത് മേൽക്കൂരയില്ലാത്ത മസ്ജിദ്, നിലത്ത് ഒന്നും വിരിച്ചിട്ടില്ല, മണലാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. ആ മസ്ജിദ് ഉണ്ടാക്കി എന്ത് ചെയ്യണം ആളുകളെ വിളിക്കാൻ എന്ന ചോദ്യത്തിന് മറുപടിയായി ശംഖുവിളിയോ ബ്യൂഗിളോ തീയോ മണിയച്ചയോ എന്നൊക്കെ ചിന്തകൾ വന്നു. അവസാനം 2 സഹാബിമാര് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണത്? ബാങ്ക് വിളി. അത് അല്ലാഹു വഹീയുടെ അംഗീകാരം നൽകി. അതാണ് ഇന്നത്തെ ബാങ്ക് വിളി. ആദ്യത്തെ ബാങ്ക് മദീനയിൽ മുഴങ്ങിയപ്പോൾ കച്ചവടത്തിലോ കൃഷിയിലോ ഏർപ്പാടിലോ അടുക്കളപ്പണിയിലോ ഒക്കെയായിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളുമെല്ലാം അതവിടെ വെച്ച് ഉടനെ മസ്ജിദിലേക്ക് ഓടി വരികയാണ്. ഇന്ന് 2025 ഒക്ടോബർ 25-നും അതേപോലെ ലക്ഷോപലക്ഷം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിൽ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിം രാജ്യങ്ങളിലും ജമാഅത്തും ജുമുഅയും നടക്കുകയാണ്. അല്ലാഹുവേ നിലനിർത്തി തരുമാറാകണേ. നമ്മുടെ അടയാളമാണ് ബാങ്ക്. ഒരു സ്ഥലത്ത് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കും, ബാങ്ക് വിളിയുണ്ടവിടെ. എന്നാൽ ഇവിടെ സമാധാനപരമായ ഇസ്ലാമിക അന്തരീക്ഷമാണ്, പോകാം. എന്തൊരു സുന്ദരമായിരിക്കും. അപ്പോൾ അങ്ങനെ മസ്ജിദുൽ നബവി, അതുപോലെ മസ്ജിദുൽ ഹറാം, ലോകത്തുള്ള മസ്ജിദുകൾ സുബഹി നിസ്കരിച്ച് 1.25 മണിക്കൂർ നേരം ഇരുന്ന് ഇശ്റാഖ് നിസ്കരിച്ച് ഒരു ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങി പോകുന്നു. തിരുപ്പതി 586. മസ്ജിദിലെല്ലാം അടച്ചുപൂട്ടി പെട്ടെന്ന് പോകുന്നില്ല. ചില മസ്ജിദുകളുടെയൊക്കെ കമ്മിറ്റിക്കാർ നിസ്കരിച്ച ഉടനെ പൂട്ടി. ആധികാരികമായ ആവശ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, ഗ്രാമങ്ങളിൽ നിന്നും അത്യാവശ്യമില്ല, സാധാരണഗതിയിൽ അത്യാവശ്യമില്ല. അപ്പോൾ ആ നിലക്കൊക്കെ ഒരു ഗ്ലാസ് 1 മിനിറ്റ്
ഒരായത്തൊരു ഹദീസ്. തൊബറാനി 7473. ഒരു ഹജ്ജ് ചെയ്ത പൂർണ്ണമായ തികഞ്ഞ നിറഞ്ഞ ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹുവെ അനുഗ്രഹിക്കണം. എല്ലാ സദസ്സിലും അല്പമെങ്കിലും ഇരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികളെയും ഉമ്മയെയും ഭാര്യയെയും മകളെയും മകനെയും എല്ലാവരെയും വിരുന്നുകാരെയും നമുക്ക് കൊണ്ടുവരണം. അവർക്കെല്ലാം സൽക്കാരം നൽകുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ദീനിന്റെ സൽക്കാരം, അൽ ഖുർആൻ മഗ്ദൂബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സൽക്കാരമാകുന്നു ഖുർആൻ. ആറാമത്തേത് ജുമുഅയാണ്, ആളെ കൂട്ടുന്ന ദിവസമാണ്. സൂറത്തുൽ ജുമുഅ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ അർത്ഥവും ആശയവും പഠിച്ചിട്ടുണ്ട്. ഇദാ നൂദിയ ലിസ്സലാത്ത്, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടത് ഫസ്ഔ, വേഗം വരി, ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ മസ്ജിദിലെ ജുമുഅ. 7, നമ്മുടെ ഈ മഹലിലെ വിവാഹങ്ങൾ ഇങ്ങനെയായിരിക്കണം. എല്ലാ നല്ലവർക്കും വിവാഹം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു നമ്മളോട് പറഞ്ഞതാണ്, വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങൾ കല്യാണം ഉണ്ടാക്കണം, എല്ലാവരും ദല്ലാളിമാരാകണം. കുടുംബത്തിന് മാത്രം ഉണ്ടാക്കുന്നുള്ളതല്ല, ആരാണോ വധു, ദീനുണ്ടോ, ഇസ്ലാമിന്റെ വേഷമുണ്ടോ, നിസ്കാരമുണ്ടോ, 5 നേരം നിസ്കരിക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആരാണ് വരൻ, ദീനുണ്ടോ, ലഹരി ഇല്ലാത്ത ആളാണോ, പീഡിയക്കൊലയിലും കടത്തിണ്ണയിലും ഓപാലങ്ങളിലുമാണോ സമയം, അതല്ല വീട്ടിലും മസ്ജിദിലുമൊക്കെയാണോ, അധ്വാനിക്കുന്നുണ്ടോ, അതൊക്കെ നോക്കി അവര് തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പുണ്യമുള്ള കാര്യം. 5 നാൾ വരെ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. ഓരോന്നും ഇൻഷാ അല്ലാഹ് അവരെല്ലാവരെയും കല്യാണം ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനം നമ്മുടെ മഹലിലുണ്ടാകണം. നാരദന്മാരുണ്ടോ ഇവിടെ? കല്യാണം മുടക്കുന്ന ആൾക്കാർ ഒന്നുമില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഒരാൾ വരുന്നുണ്ട്, എങ്ങോട്ട്? അതെനിക്കറിയാലോ, ഞാൻ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല, നമ്മളൊന്ന് ചെറുതായിട്ട് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഇല്ലാത്തത് ഉണ്ടാക്കി പറയും. എന്താ രസം പറയും? പച്ചർച്ചി ഇന്ന നല്ല രസമാണോ? ആരാന്റെ കുറ്റം പറയാം? ചിലർക്ക്, എല്ലാവർക്കും അറിയാം, ഭക്തിയോടുകൂടി പടച്ചോനെ പേടിച്ച് ആ രംഗത്തും ഏത് രംഗത്തും നമുക്ക് സംസാരിക്കണം. നല്ലത് മാത്രം ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, കുറ്റമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നമ്മളെ അത്രക്ക് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചു. അപ്പൊ മസ്ജിദിൽ വന്ന് ചോദിക്കും. മസ്ജിദിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്നവരെ, കമ്മിറ്റിക്കാരെ, പ്രവർത്തകരെ, സംഘടനാ പ്രവർത്തകരെ, കല്യാണം ദല്ലാളുമാരാകണം. വിവാഹങ്ങൾ നടത്താൻ കൂടിക്കൊടുക്കണം. വിവാഹം നടത്താൻ പൈസയൊന്നും ചെലവില്ല. നമ്മൾ ആവശ്യമായ മറ്റു സഹായങ്ങൾ ചെയ്യണം. എല്ലാ നല്ലവർക്കും വിവാഹം ഉണ്ടാക്കണം. 18 വയസ്സിന് മുമ്പേ വിവാഹത്തിന് പെൺകുട്ടിയെ റെഡിയാക്കുക. നടക്കുമ്പോ നടക്കട്ടെ. അവർക്ക് വിദ്യാഭ്യാസം വേണം. അവർക്ക് ജോലി വേണമെങ്കിൽ വേണം. കല്യാണത്തിന്റെ സമയത്ത്, ജോലിയുടെ സമയത്ത്. കല്യാണം കഴിഞ്ഞ് 3-4 കുട്ടികളുള്ളവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ മരണം വരെ പഠനമുണ്ട്. കാൽക്കാശിന് വകയില്ലാത്തവൻ വിവാഹം കഴിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും പെടുത്തുകയില്ല, ആരെയും വഞ്ചിക്കയില്ല. ഒരു പെണ്ണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ വന്ന് നിസ്കരിക്കാൻ, എന്നിട്ട് പറഞ്ഞു, എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ, നബിയെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. ശടാ, അത് ഒരു സഹാബി പെണ്ണ്. നബി ഇങ്ങനെ നോക്കി തലതാഴ്ത്തി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിസ്കരിക്കാൻ വന്നൊരു സഹോദരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നബിയെ ഞാൻ അവിടെ കല്യാണം കഴിച്ചോളാം. നോക്കൂ നിങ്ങൾ എത്രമാത്രം ഉന്നതമായിരിക്കുന്നു ആ സദസ്. കുട്ടികളിയാ അല്ല, കാര്യമാണ്, സീരിയസ്. നീ എന്ത് കൊടുക്കുന്നു? നമ്മളിൽ ചിലരൊക്കെ ആരോടാ ചോദിക്കുക? പെണ്ണിന്റെ വാപ്പാനോടാ. എന്താ കൊടുക്കുക? അത് പിശാചിന്റെ ചോദ്യമാണ്. ഇസ്ലാമിന്റെ ചോദ്യം ആരോടാ? ചെറുക്കനോടാണ്. എന്താ കൊടുക്കേണ്ടത്? എന്താ കിശിയിലുള്ള എടുത്ത് കൊടുക്കുക? അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ ഒരു മോതിരം, ഇരുമ്പിന്റെ മോതിരം, അതും മതി.
കാരണം ഇതൊരു ടോക്കൺ അഡ്വാൻസ്. ടോക്കൺ അഡ്വാൻസ് എത്ര കൊടുക്കല്? സ്ഥലം വാങ്ങുമ്പോൾ 1000 രൂപ. ചില ആൾക്കാർ 1001 കൊടുക്കും. അത് വേണ്ടല്ലോ. ആ ഒന്ന് ഒരു അന്ധവിശ്വാസത്തിന്റെ ചൊവ്വയുള്ളതാണ്. 10,001, 1,01,000 അത് ആവശ്യമില്ല. അപ്പോ ആ സഹാബി വീണ്ടും വീട്ടിൽ പോയി മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഒന്നും ഇല്ല, ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ. അപ്പൊ നീ എന്തൊടുക്കും? ഇതവൾക്ക് കൊടുത്താൽ? അണിയുന്ന വസ്ത്രം കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു അപമാനമല്ല കേട്ടോ, മാനക്കേടല്ല. ടോക്കൺ അഡ്വാൻസ്. മഹർ ടോക്കൺ അഡ്വാൻസ് ആണ്. മഹർ ടോക്കൺ അഡ്വാൻസ് ആണ്. വിശ്വാസം ആഭരണം മഹർ കൊടുത്തിട്ടൊന്നുമില്ല. മഹർ എന്ന് പറയുമ്പോഴത്തേന് ആഭരണം ഓർമ്മ വരേണ്ടതില്ല. ഓക്കെ, ഖുർആൻ അറിയോ? അറിയാം. നീ അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നിനക്ക് ഞാൻ അവളെ വിവാഹം ചെയ്തിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു. ഇത്ര ലളിതമായിരിക്കുന്നു. അതുകൊണ്ട് മഹല്ല് കല്യാണത്തിന് വേണ്ടി പിരിവെടുക്കേണ്ടതില്ല. മഹല്ല് ഭാരപ്പെടേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിലെ ഒരൊറ്റ പെൺകുട്ടിയുടെ രക്ഷിതാവും കഷ്ടപ്പെടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. ഈ സമൂഹത്തിലെ ഈ മഹല്ലിലെ ഈ മസ്ജിദിന്റെ കീഴിലെ എല്ലാ യുവാക്കളും പറയണം, അവരെ രക്ഷിതാക്കൾ പറയണം, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ആരും കടം വാങ്ങണ്ട, ജ്വല്ലറി പോകണ്ട, വിഷമിക്കണ്ട, വേദനിക്കണ്ട എന്ന് പറയാം. അപ്പൊ അങ്ങനെ വിഷമിക്കാത്ത വിവാഹം, വേദനിക്കാത്ത വിവാഹം, ബേജാറാകാത്ത വിവാഹം, രഹസ്യമല്ല വിവാഹം, പരസ്യമാണ്. അതുകൊണ്ട് വിവാഹത്തിന് എല്ലാവരും തയ്യാറാക്കണം. അതിൻ്റെ ദല്ലാളിമാരായി നമ്മൾ മാറണം. അപ്പൊ ഒരു വലിയ മഹത്തായ പുണ്യകർമ്മമാണ്, അല്ലേ? അപ്പോ യുവാക്കളെ നല്ല യുവാക്കളാകണം, വായുനോക്കികളാകരുത്. അതിൽ പോകുന്ന കോളേജ് കുമാരികളെയും പെണ്ണുങ്ങളെയും ഒക്കെ നോക്കി സംസാരിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്യുന്ന സംവിധാനമൊന്നും വേണ്ട. പെൺകുട്ടികൾ പ്രേമക്കത്തയക്കുകയോ ഒളിച്ചോടുകയോ മൊബൈലിലൂടെ അനാവശ്യമായ വാക്കുകൾ എഴുതുകയൊന്നും ചെയ്യേണ്ട. അച്ചടക്കത്തിൽ കഴിയാം. അല്പ ദിവസം കഴിഞ്ഞാൽ കല്യാണം നടക്കും. ഹലാലായ സുഖഭോഗങ്ങളിലൂടെ, സന്തോഷങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും യുവാക്കൾ ആരോഗ്യമുള്ളവരാകണം. ലഹരിക്കടിമകളാകരുത്. ലഹരി തൊട്ടുപോയാൽ ഇനി വിവാഹം കിട്ടാത്ത അവസ്ഥ വരണം. ഒരു പൈസ സ്ത്രീധനം ചോദിച്ചാൽ വിവാഹം കിട്ടാത്ത അവസ്ഥ വരണം. അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത, ശിർക്കില്ലാത്ത ആളുകൾ തമ്മിലുള്ള വിവാഹം, കുടുംബമൊന്നിച്ചുള്ള ജീവിതം, പാതവക്കിലും റോഡരികിലും കടത്തിണ്ടയിലും ഗ്രൗണ്ടിലും ഒന്നുമല്ല നമ്മുടെ സമയം വെറുതെ ചെലവഴിക്കേണ്ടത്. കഴിക്കാം, അത് ആരോഗ്യത്തിനുള്ളതാണ്. ആരോഗ്യമുള്ള വിനോദമാകണം. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണം. 8, ഈ നാട്ടിലെ കടകളിൽ എവിടെ വന്നാലും ശരി, അവർക്ക് മനസ്സിലാകണം, ഇത് നിസ്കരിക്കുന്ന ഒരാളുടെ കടയാണ്, ഇത് നിസ്കരിക്കുന്നവരുടെ കടയാണ്, ഇത് മസ്ജിദിൽ പോയി ഖുത്ബ കേൾക്കുന്നവരുടെ കടയാണ്. എന്താണ്? അളവിലും തൂക്കത്തിലും കള്ളത്തരമില്ല. അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. കണക്കായിട്ട് പൂഴ്ത്തിവെപ്പുകാരൻ ശപിക്കപ്പെട്ടവൻ, ചരക്കുകൾ യഥാസ്ഥാനത്ത് മാർക്കറ്റിൽ എത്തിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ള കച്ചവടക്കാരാണ് ഈ നാട്ടിലെ കച്ചവടക്കാർ. വില നല്ലോണം വാങ്ങാം, അമിതമാകണ്ട, കൊള്ളലാഭമാകണ്ട. നമ്മൾ കുറഞ്ഞ വിലക്ക് നല്ല വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാം. ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനലായി അവതരിപ്പിച്ച് പടച്ചോട്ടേക്കുന്ന കുറ്റം വാങ്ങണ്ട. അള്ളാഹു റിസ്ക് ഏറ്റിട്ടുണ്ട്. അത്താജിറു സദൂഖുൽ അമീൻ മഅശ്ശുഹദാ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ നബിമാരുടെയും സിദ്ദീഖുമാരുടെയും ശുഹദാവിന്റെയും കൂടെയാണ് അന്ത്യനാളിൽ എന്ന് തിരുമതിയിലെ 1209 ഹദീസ്. അല്ലാഹുവേ ബർക്കത്ത് നൽകണേ. കച്ചവടത്തിൽ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകണം. നല്ലോണം സമ്പാദിച്ചിട്ട് സദഖ ചെയ്യാം. നമുക്ക് മസ്ജിദിന്റെ കാര്യങ്ങൾ ശരിയാക്കണം. മദ്രസയുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ കാര്യത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കണം. സ്ത്രീകൾ പറയണം, ഞങ്ങള് വിശപ്പ് സഹിച്ചോളാം, ഞങ്ങൾ നരകം സഹിക്കൂല. പെണ്ണുങ്ങളെ കേട്ടില്ലേ? പറയണമെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ. ആള് നല്ലവനാണെങ്കിൽ പിന്നെ പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കേണ്ടതില്ല. ഉഷാറാക്കണം.
എല്ലാ കുട്ടികളും അത് ആലോചിക്കണം. ഒരു പൈസ പോലും അനാവശ്യമായി കിട്ടരുത്. തുലാസ് കറ പിടിച്ച് തുരുമ്പ് പിടിച്ച് കനം കൂടിയാൽ ആ പാപഭാരം വയറ്റിലേക്ക് കൊണ്ടുപോകരുത്. കച്ചവടത്തിൽ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യത്തിലും അങ്ങനെയാകണം. 9, തൊഴിലാളി മുതലാളി. ഒരുപാട് ജോലികൾ നടക്കുന്നുണ്ട്. തൊഴിലാളികളെ ബഹുമാനിക്കണം, മുതലാളിമാരെ നല്ലോണം ബഹുമാനിക്കണം. മേലെയുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ മെച്ചം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യവും നിങ്ങൾക്കറിയാം. ഒന്ന്, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക എന്ന കാര്യം ഇല്ലേ, അതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അക്ബർ. ബുഖാരി 6227 റസൂലുള്ളാഹി പറയുകയാണ്, 3 ആളുകളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റു. അതിലൊന്ന് വറജുലുൻ യസ്തഗ്ഫിർ. ഞാൻ ആ 3 ആളുകളുടെ എതിരായി വാദിക്കുന്നവനായി മാറും. ഞാൻ ആ 3 ആളുകളുടെ എതിരായി വാദിക്കുന്നവനായി ഞാൻ മാറും. അതിലൊന്ന്, പണിക്ക് കൂലിക്കൊരാളെ വിളിച്ചു, എന്നിട്ടോ ഇസ്തഗ്ഫിർ അജീറൻ ഫസ്തൗഫാ മിൻഹു, സമയം തീരുന്നത് വരെ പണിയെടുപ്പിച്ചു. എന്നിട്ടോ വലം യുഅതി അജ്റഹു, കൂലി കൊടുത്തില്ല. കൂലി കൊടുക്കാത്ത ആൾക്കെതിരായി ഞാൻ അന്ത്യനാളിൽ അല്ലാഹുവോട് വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഭവമുള്ളവർക്ക് അറിയിക്കും. രാത്രി കാണാം, നാളെ തരാം, മറ്റന്നാൾ തരാം, അത്ര പോരെ ഇത്ര പോരെ എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. അപ്പോ അതിലൊരു ഭാഗം ശ്രദ്ധിച്ചോ, എന്ത് മുഴുവൻ പണിയെടുക്കണം കേട്ടാ. മൂസാ നബി അലൈഹിസ്സലാമിൻ ആ ഒരു യുവാവായ സമയത്ത് ആ പെൺകുട്ടിയുടെ പിതാവിനോട് പെൺകുട്ടി പറഞ്ഞെന്തറിയോ, ബാപ്പ യാ അബതി ഇന്ന ഖൈറ മൻ ഇസ്തജർത അൽ ഖവിയുൽ അമീൻ, കൂലിപ്പണിക്ക് നല്ലത്, പണിയെടുപ്പിക്കാൻ നല്ലത് ആരോഗ്യമുള്ള വിശ്വസ്തനായ ആളാണ്. മുതലാളി ഒരു സ്പീഡിൽ പണിയെടുക്കുകയും മുതലാളി പോയാൽ മെല്ലയാവുകയും ചെയ്യുന്ന, സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നവരെ, പണിയെടുക്കുന്നുണ്ടെങ്കിലും സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ പണി സാവകാശമാക്കുന്നവരെ ശ്രദ്ധിക്കുക. ജോലി ചെയ്യണം. സ്കൂളായാലും കോളേജായാലും കടയായാലും കമ്പോളായാലും നമ്മുടെ പാടത്തോ പറമ്പത്തോ പണിയെടുക്കുന്ന ആളായാലും ശരി, വീട്ടിലെ പണിയായാലും ശരി, ആരായാലും ശരി, പണിയെടുക്കുമ്പോൾ ശരിക്കും ഭംഗിയായി പൂർത്തിയായി എടുക്കണം. ഈ മഹലിലെ ആരും തന്നെ പണിക്ക് എവിടെ പോയാലും ഒരു കംപ്ലൈന്റും ഇല്ല, ഇവിടേക്കാരും പണിക്ക് വന്നാൽ ഒരു കംപ്ലൈന്റും ഇല്ല. കാരണം നല്ല കൂലി കൊടുക്കുന്ന ആളാണ്, ആവശ്യത്തിന് കൂലി കൊടുക്കുന്ന ആളാണ്, സഹായിക്കുന്ന ആളാണ്. താങ്ങാനാവാത്ത ഭാരം ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഖസസിലെ 27-ാമത്തെ ആയത്താണ്. അല്ലാഹു അക്ബർ. ഇബ്നു മാജയിലെ 2443-ാമത്തെ ഹദീസ്, അഅ്തിൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ ഇർഖഹു, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണേ എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകപ്രസിദ്ധമായ സന്ദേശം. ഇത് പറയുന്ന നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, ഇത് കേൾക്കുന്ന നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് തന്നെ കൊടുക്കുക. ചില ആൾക്കാർക്കൊക്കെ മടിയും. പക്ഷേ എല്ലാ തൊഴിലാളിയെക്കുറിച്ചും തൊഴിലുടമക്ക് മുതലാളിക്ക് നല്ല ഒരു വിചാരം ഉണ്ടാകണം. ആ നിലക്ക് പെരുമാറും. മോശമായ നോട്ടവും മോശമായ സംസാരവും ഒന്നും ചെയ്യരുത്. എല്ലാ നിലക്കുമുള്ള നല്ല ബന്ധമുള്ള നല്ലത് ചെയ്യുന്ന ഒരു മഹല്ലായി, ഒരു ജമാഅത്തായി ഈ ശൂരനാട് സലഫി മഹല്ലും ലോകത്തുള്ള എല്ലാ മഹല്ലുകളും മാറണം. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. ഇനി നമുക്ക് അല്പസമയം നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാം. വീട്ടിലെങ്ങനെ ഉണ്ടാകണം? ഒരു മുസ്ലിം വീട്, സലഫി വീട്, ഈ മഹലിലെ ഒരു വീട്
ആ വീട് ആർഭാടത്തിൻ്റെതല്ല, അഹങ്കാരത്തിൻ്റെതല്ല, ധൂർത്തിൻ്റെതല്ല. അവിടുത്തെ ഗേറ്റ് ആവശ്യത്തിന് തുറക്കും, ആവശ്യത്തിന് തുറക്കും. അവിടെ അശരണർക്ക് ഇടമുണ്ട്, പാവപ്പെട്ടവർക്കും വ്യസനിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും ഒരിടമുണ്ട്. എന്തെങ്കിലുമൊക്കെ മനപ്രയാസമുണ്ടായാൽ നമ്മളെ സമീപിക്കാമെന്നവർക്ക് തോന്നണം, നമ്മുടെ മസ്ജിദിൽ വരാൻ തോന്നണം, ഖതീബിനെയോ ഇമാമിനെയോ കാണാൻ തോന്നണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാൻ തോന്നണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മസ്ജിദിൽ, ആ വീട്ടിൽ അച്ചടക്കമുണ്ട്, ബഹളമുണ്ട്, സംസാരമുണ്ട്, കുട്ടികളുടെ കളി, ചിരി, തമാശയും, ആങ്ങളെ പെങ്ങന്മാരുടെയും മാതാപിതാക്കളും മക്കളുടെയും ഒക്കെ ചിരി, തമാശയും സംസാരവും ഒക്കെ ഉണ്ട്. ഒരുമിച്ച് മാത്രം ഭക്ഷണം കഴിക്കണം. പാത്രം എടുത്തിട്ട് ആ മൂലയിൽ ഈ മൂലയിൽ പോവുക, കൂട്ടുകാരനായി മൊബൈലിൽ കൊണ്ടുപോവുക എന്നതല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. പിന്നെ ഭക്ഷണ മര്യാദകളൊക്കെ പാലിക്കണം. പാത്രം പഠിച്ചു കൊടുക്കണം, വിരല് നക്കണം, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കണം, ആവശ്യത്തിന് മാത്രം വിളമ്പണം, തുടങ്ങിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇനിയും നമുക്ക് ആവർത്തിച്ച് മനസ്സിലാക്കാം. അപ്പോ ഇത് എന്തായിരുന്നാലും ശരി, വളരെ വളരെ നല്ലൊരു വീടാണ്. ആ വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കാൻ തടസ്സമായ ഫോട്ടോകൾ, ജീവനുള്ളവയുടെ ഫോട്ടോകളൊന്നും വെക്കണ്ട. വലിയാപ്പാൻ്റെതായാലും പേരക്കുട്ടിൻ്റെതായാലും വെക്കണ്ട, പ്രദർശിപ്പിക്കണ്ട. സംഗീതത്തിൻ്റെ ആ മാസ്മരമായ, കണ്ണഞ്ചിപ്പിക്കുന്നതും കാതത്തിപ്പിക്കുന്നതുമായ കാര്യങ്ങളൊന്നും വേണ്ട. സിനിമയില്ല, ഗാനമേളയില്ല, സീരിയലുകളൊന്നുമില്ല. ഖുർആൻ പാരായണമുണ്ട്, അത് മസ്ജിദിലുമുണ്ട്. ഖുർആൻ പാരായണം അവിടെയുമുണ്ട്. സലാം പറയുന്നുണ്ട് വീട്ടിൽ കയറിയാലും. എടേ അത് തുറക്കുകയെന്നല്ല, ഇതിന് മുമ്പ് ഒരു സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മുഴുവൻ പറയാൻ പഠിക്കട്ട. 30 കൂടിയാണ്. അതനുസരിച്ച് ഇങ്ങോട്ട് വലൈക്കും സലാം എന്നല്ല, മറിച്ച് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും സലാം. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് രക്ഷ നൽകണേ, ഭാര്യയ്ക്ക് രക്ഷ നൽകണേ, ഭർത്താവിന് രക്ഷ നൽകണേ, മകൾക്ക് രക്ഷ നൽകണേ, വീട്ടിൽ വേലക്കാരിക്ക് രക്ഷ നൽകണേ എന്നല്ലേ, യജമാന് രക്ഷ നൽകണേ എന്നല്ലേ പറയുന്നത്. അതാർക്കാ വേണ്ടാത്തത് മക്കളെ? അതുകൊണ്ട് സലാം പ്രചരിപ്പിക്കുന്ന വീടാകണം. സുബഹിന് മുമ്പ് ഉണരുന്നു ആ വീട്ടിൽ, ഉണരുന്നില്ലെങ്കിൽ വെള്ളം തളിച്ച് ഉണർത്തുന്നു. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ആമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിക്കുന്നു, എന്നിട്ട് സുബഹിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നു, മസ്ജിദിലേക്ക് വരുന്നു. 5 നേരത്തെയും മുമ്പും പിമ്പുമുള്ള നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിസ്കരിക്കണം. ഉളുവിന്റെ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കണം. എന്നിട്ട് മസ്ജിദിലേക്ക് വരണം. തഹജ്ജുദിനുണരുന്നു. 11, 9, 7, 5, 3 ഒന്നും സമയം കിട്ടിയിരിക്കും ഒരു റക്അത്തെങ്കിലും. അവരെ വിളിച്ചുണർത്തണം. എല്ലാ ഉത്തരവാദിത്വവും ആർക്കുണ്ട്? ആണിന് ഉത്തരവാദിത്തമുണ്ട്, പെണ്ണിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് വേണം ആ വീട്. ആ വീടിനെന്താ പേര് വെച്ചിരിക്കുന്നത്? ആ വീടിനെന്താ പേര് വെച്ചിരിക്കുന്നത് ആലോചിക്കണം. നല്ല പേരിട്ടോളൂ വീടിന്, മക്കൾക്കും നല്ല പേരിട്ടോളൂ. വിളിപ്പേരുകൾ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, മോശപ്പെട്ട പേരുകളാകരുത്. വിരുന്നുകാരെ ബഹുമാനിക്കണം, അവരെ നിർബന്ധിച്ച് തീറ്റരുത്, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കൊടുത്ത് തീറ്റരുത്. ഉള്ളത് കൊടുത്തോളൂ, കുഴപ്പമില്ല, നിർബന്ധിക്കരുത്. ആര് വിരുന്നുകാർ വന്നാലും ജമാഅത്ത് നഷ്ടപ്പെടരുത്. അവരെയും കൊണ്ട് മസ്ജിദിലേക്ക് പോവുക. നമ്മൾ അവരെ അതനുസരിച്ച് വിളിക്കുക. ജീവിതക്രമം നിസ്കാരക്രമമാകണം. അതാണ് ഈ മഹലിന്റെ പ്രഖ്യാപനം. നിസ്കാരക്രമം ജീവിതക്രമമാകണം, ജീവിതക്രമം നിസ്കാരക്രമമാകണം. നിസ്കാരത്തിന് തടസ്സമായ കല്യാണമില്ല, സൽക്കാരമില്ല, പരിപാടിയില്ല, കച്ചവടമില്ല, കൃഷിയില്ല. സൂറത്തുൽ നൂറിൽ അല്ലാഹു അവരുടേതാണ്. അവർക്ക് കച്ചവടമുണ്ട്, വ്യാപാരമുണ്ട്, വ്യവസായമുണ്ട്. അതൊന്നും ഇഖാമുസ്സലാത്തിന്, നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന് തടസ്സമല്ല. നല്ല ചാകരയിരിക്കും മഗ്‌രിബിന്റെ സമയത്ത് അല്ലേ? ചിലപ്പോഴൊക്കെ സാരല്ല, നിങ്ങൾ അവിടെ വെച്ച് പോരി, അല്ലെങ്കിൽ ബദൽ സംവിധാനം കാണി. അപ്പൊ ഇരട്ടി അള്ളാഹു തരും. അള്ളാഹുവെ കച്ചവടം വർദ്ധിപ്പിച്ചു കൊടുക്കണം. മനപ്രയാസമുണ്ടായാൽ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലല്ലേ ചെറിയ ചെറിയ പതർച്ചയാണ്, തളർച്ചയാണ് കാണിക്കുന്നത്. വേണ്ട, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പണം നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല. നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട വെള്ളം നമ്മളല്ലാതെ കുടിക്കില്ല. നമുക്ക് വേണ്ടി തയ്ച്ച വസ്ത്രം നമ്മളത് ധരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെ വീട് ഇസ്ലാമിന്റെ വീടാകണം, വിളക്കുമരമാകണം. അവിടെ ഖുർആൻ പാരായണം ഉണ്ടാകണം, നബി ജീവിതം പഠിക്കണം. അള്ളാഹു
നബി വീടുകളോട് പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ പഠിക്കണം. ഖുർആൻ പഠിക്കണം. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളിൽ എല്ലാവരും ചേരണം. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ നല്ല വീട്, നല്ല കട, നല്ല കമ്പോളം, നല്ല വയല്, നല്ല പറമ്പ്, നല്ല മസ്ജിദ്. ഇതാണ് ഈ മസ്ജിദിന്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും നമ്മൾ നൽകേണ്ട സന്ദേശം. എല്ലാവരും ഓർമ്മിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ അള്ളാഹുവോട് പറയുക. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളെല്ലാവരെയും ഇരുലോകത്തും നീ അനുഗ്രഹിക്കണം. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും അള്ളാഹുവെ അനുഗ്രഹം വരുമാറാകണം. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല വിശ്വാസവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പരസ്പരം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ലാളിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും പടച്ചവനെ നിലനിർത്തി തരുമാറാകണം. പാവങ്ങളാണ്, ശക്തി പകരണേ റബ്ബേ. ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും രോഗികളായി വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നത വ നഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين.